അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ടാക്സ് ലയബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രോബ്ലം ആണ്. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ എഴുതിയിട്ടുണ്ട്. കമ്പ്യൂട്ട് ടാക്സ് പേയബിൾ, ഇൻകം ഫ്രം സാലറി കമ്പ്യൂട്ടഡ് ആണ് തന്നിട്ടുണ്ട്, ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി കമ്പ്യൂട്ടഡ് ആണ്, LTCG, STCG, ലോട്ടറി വിന്നിങ്സ് ഫ്രം ക്രോസ് വേർഡ് പസിൽ, റീപേയ്മെന്റ് ഓഫ് ഹൗസിംഗ് ബിൽഡിംഗ് അഡ്വാൻസ്, മെഡിക്കൽ ഇൻഷുറൻസ് പ്രീമിയം പെയ്ഡ്. ഇത്രയും ഐറ്റംസ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം, ആദ്യം നമ്മൾ ടാക്സ് പേയബിൾ അല്ലെങ്കിൽ ടാക്സ് ലയബിലിറ്റി കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താ ചെയ്യേണ്ടത്? ആദ്യം തന്നെ നമ്മൾ ഗ്രോസ് ടോട്ടൽ ഇൻകം കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഗ്രോസ് ടോട്ടൽ ഇൻകം എങ്ങനെയാ കാണുക? നമ്മൾ പറയുന്ന 5 ഹെഡ്സ് തമ്മിൽ ആഡ് ചെയ്യുമ്പോഴാണ് ഇത് കിട്ടുന്നത്, ഗ്രോസ് ടോട്ടൽ ഇൻകം കിട്ടുന്നത്. ഏതൊക്കെയാണ് ആ ഹെഡ്? ഇൻകം ഫ്രം സാലറി, ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി, ബിസിനസ് ഇൻകം, ദെൻ ക്യാപിറ്റൽ ഗെയിൻ ആൻഡ് അതർ സോഴ്സ്. ഇവിടെ നോക്കി, ഇൻകം ഫ്രം സാലറി ഉണ്ട്, ഇൻകം ഫ്രം HP ഉണ്ട്, ദെൻ ബിസിനസ് ഇൻകം ഇല്ല അല്ലേ, ക്യാപിറ്റൽ ഗെയിൻ ഉണ്ട്, പിന്നെന്തുണ്ട്? അതർ സോഴ്സ് ഉണ്ട്. അപ്പൊ 4 ഹെഡാണ് ഇവിടെ ഉള്ളത്. അപ്പൊ ആ 4 ഹെഡ് ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നതാണ് ഗ്രോസ് ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത്. ഇനി ഗ്രോസ് ടോട്ടൽ ഇൻകം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? അതിൽ നിന്ന് 80C മുതൽ 80U വരെയുള്ള ഡിഡക്ഷൻസ് കുറയ്ക്കണം അല്ലേ. അപ്പൊ അതിന് മുന്നേ നമുക്ക് 80Cയും 80U ഒക്കെ അല്ലെങ്കിൽ 80C to 80U വരെയുള്ള ഡിഡക്ഷൻസ് എന്തൊക്കെയാണെന്ന് അറിയണ്ടേ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നോക്കി കഴിയുമ്പോൾ നമുക്ക് പെട്ടെന്ന് ആ ഒരു ഐറ്റം കണ്ടുപിടിക്കാൻ പറ്റണം അല്ലേ. അതിന് ഇതിനു മുന്നേ ഞാൻ വീഡിയോ 80Cയും 80D, 80DD, 80G ഒക്കെ ഇതിനു മുന്നേ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കാണാത്തവർ ആദ്യം പോയിട്ട് ആ വീഡിയോ കണ്ടിട്ട് വന്നിട്ട് വേണം എന്ത് ചെയ്യാൻ, ഈ ഒരു വീഡിയോ കാണാൻ വേണ്ടിയിട്ട്. കാരണം അത് മനസ്സിലായി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇതിൽ എന്താണ് ക്വസ്റ്റ്യനിൽ ഒരു ഐറ്റം കാണുമ്പോൾ ഇത് ഏത് സെക്ഷനിലാണ് വരുന്നത് അല്ലെങ്കിൽ ഏത് ഡിഡക്ഷൻ്റെ അണ്ടറിലാണ് വരുന്നത് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നോക്കാം, ഇവിടെ നമുക്ക് 2 ഡിഡക്ഷനാണ് മെയിനായിട്ട് തന്നിട്ടുള്ളത്. ഒന്ന് റീപേയ്മെന്റ് ഓഫ് ഹൗസ് ബിൽഡിംഗ് അഡ്വാൻസ്. ഏത് സെക്ഷനാണ്? സെക്ഷൻ 80Cയിൽ വരുന്നതാണ് റീപേയ്മെന്റ് ഓഫ് ഹൗസിംഗ് ലോൺ എന്ന് പറയുന്നത്. ദെൻ മെഡിക്കൽ ഇൻഷുറൻസ് പ്രീമിയം പെയ്ഡ്, മെഡിക്ലെയിം ഇൻഷുറൻസ് പെയ്ഡ്. ഏത് സെക്ഷനാണ്? 80D ആണ് മെഡിക്കൽ ഇൻഷുറൻസ് പ്രീമിയം പെയ്ഡ് വരുന്ന സെക്ഷൻ. അപ്പോൾ ഇത് രണ്ടും കുറച്ച് കഴിയുമ്പോൾ കിട്ടുന്നതാണ് ടോട്ടൽ ഇൻകം. ടോട്ടൽ ഇൻകത്തിന്റെ മുകളിലാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കേണ്ടത്? ടാക്സ് ലയബിലിറ്റി കാണേണ്ടത്. ടാക്സ് ലയബിലിറ്റി കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത് പ്രകാരം തന്നെയാണ് കാണേണ്ടത്. പക്ഷെ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ നോർമൽ കേസിൽ നമുക്ക് ഈ LTCG അതേപോലെ കാഷ്വൽ ഇൻകത്തിനൊക്കെ നമുക്ക് സെപ്പറേറ്റ് ടാക്സ് റേറ്റ് ഉണ്ട്. അപ്പൊ അത് കണ്ട ശേഷം മാത്രമേ നമുക്ക് നോർമൽ രീതിയിൽ ടാക്സ് കണ്ടുപിടിക്കാൻ പറ്റൂ. അപ്പോൾ ഇത് ഈ LTCG കാഷ്വൽ ഇൻകം വരുന്ന കേസിൽ മാത്രമേ നമ്മളിത് നോക്കണ്ടൂ. അല്ലാത്ത കേസിൽ നമുക്ക് നോർമലായിട്ട് സാധാരണ രീതിയിൽ കണ്ടുപിടിക്കാം. ഇവിടെ LTCG ഉണ്ട്, അതേപോലെ എന്താണ് അതർ സോഴ്സിൽ 2 ഐറ്റം കാഷ്വൽ ഇൻകം നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ കാഷ്വൽ ഇൻകവും LTCGയും വരുന്ന കേസിൽ നിങ്ങൾ കുറച്ചും കൂടി എന്ത് ചെയ്യുക, ശ്രദ്ധിക്കുക. അതെങ്ങനെയാണ് ട്രീറ്റ്മെന്റ് എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ആദ്യം നമ്മൾ ഹെഡിങ് കൊടുക്കുക, കമ്പ്യൂട്ടേഷനോ ടോട്ടൽ ഇൻകം. ഇയറൊക്കെ എഴുതണേ, പോത്തെ അസസ്മെന്റ് ഇയറൊക്കെ എഴുതണം. അതിൽ 2 കോളം വരക്കാം. ഫസ്റ്റ് ഇൻകം ഫ്രം സാലറി. ഇവിടെ നമുക്ക് ബ്രാക്കറ്റിൽ കമ്പ്യൂട്ടഡ് എന്ന് തന്നിട്ടുണ്ട്. കമ്പ്യൂട്ടഡ് എന്ന് തന്നത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണ്ട? സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ കുറയ്ക്കണ്ട. കമ്പ്യൂട്ടഡ് എന്ന് തന്നിട്ടില്ലെങ്കിൽ നമ്മൾ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ കുറച്ചിട്ട് ഇൻകം ഫ്രം സാലറി കണ്ടുപിടിക്കേണ്ടതായിട്ട് വരും. ഇപ്പൊ ഇവിടെ ഓൾറെഡി നമുക്ക് തന്നിട്ടുണ്ട്, കമ്പ്യൂട്ടഡ് എന്ന് തന്നിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണ്ട? നമുക്ക് വീണ്ടും സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ കുറയ്ക്കണ്ട. അപ്പോൾ ഇൻകം ഫ്രം സാലറി എന്ന് പറയുന്നത് 1,50,000 ആണ്. ദെൻ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി, അതും കമ്പ്യൂട്ടഡ് ആണ്. അതിൽ നിന്നും സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ കുറയ്ക്കണ്ട. ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എത്രയാണ്? 70,000. ഇനി ബിസിനസ് ഇൻകം ഇല്ല, ക്യാപിറ്റൽ ഗെയിൻ ആണ്. ക്യാപിറ്റൽ ഗെയിൻ അതിൽ വരുന്നത് ഒന്ന് LTCGയും STCGയും ആണ്. STCG എത്രയാണ്? STCG 1 lakhും LTCG 50,000. 1,50,000 ആണ്. ദെൻ അതർ സോഴ്സ്, ഇൻകം ഫ്രം അതർ സോഴ്സ്. അതർ സോഴ്സിൽ 2 ഐറ്റം വരുന്നുണ്ട്. ഒന്ന് ലോട്ടറി വിന്നിങ്സ് ഫ്രം ക്രോസ് വേർഡ് പസിൽ. ലോട്ടറി വിന്നിങ്സും ക്രോസ് വേർഡ് പസിലും അല്ലേ. 2,10,000 ആണ്.
2,10,000 2,10,000 കിട്ടും. ഇനി എന്ത് ചെയ്യുക, ഈ പറയുന്ന 4 ഹെഡും എന്ത് ചെയ്യുക, ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് നമ്മുടെ ഗ്രോസ് ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത്. അപ്പോൾ ഗ്രോസ് ടോട്ടൽ ഇൻകം എത്രയാണ് കിട്ടുക, 5,80,000 ആണ് ഗ്രോസ് ടോട്ടൽ ഇൻകം. ഈ 4 ഹെഡും ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് ഗ്രോസ് ടോട്ടൽ ഇൻകം. അപ്പോൾ ഗ്രോസ് ടോട്ടൽ ഇൻകം 5,80,000. ഇനി നമുക്കറിയാം ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം, ലെസ് ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 80C2 ATU അല്ലെങ്കിൽ ചാപ്റ്റർ 6A പ്രകാരം നമുക്ക് ആദ്യം ഇവിടെ വരുന്നത്, ഇവിടെ 2 കാര്യങ്ങളാണ് ഉള്ളത്. ഒന്ന് ATCയിൽ പ്രിൻസിപ്പൽ റീപേയ്മെന്റ് ഓഫ് ഹൗസിംഗ് ലോൺ. ഹൗസിംഗ് ലോൺ എത്രയാണ് വരുന്നത്, 60,000 ആണ്. Then 80D ആണ് മെഡിക്കൽ ഇൻഷുറൻസ് പ്രീമിയം. 80D ആണ് മെഡിക്ലെയിം എത്രയാണ്, 5,000 ആണ്. അപ്പോൾ 65,000 രൂപയാണ് ടോട്ടൽ ഡിഡക്ഷൻ വരുന്നത്. ഓക്കെ, അപ്പൊ 5,80,000 65,000 കുറക്കുക. അപ്പൊ നമുക്ക് കിട്ടുന്നത് 5,15,000 ആണ് നമുക്ക് ടോട്ടൽ ഇൻകം കിട്ടുക. 5,15,000 ആണ്. ഓക്കെ, അപ്പോൾ ടോട്ടൽ ഇൻകം കണ്ടുപിടിക്കുന്നത് മനസ്സിലായോ? നമുക്ക് തന്ന ഐറ്റംസ് വെച്ചുകൊണ്ടാണ് നമ്മൾ ആദ്യം ഗ്രോസ് ടോട്ടൽ ഇൻകം കണ്ടുപിടിക്കുക. അതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഏതാണ് ഡിഡക്ഷൻ എന്ന് ആദ്യം തന്നെ ഐഡന്റിഫൈ ചെയ്യുക. കാരണം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഓരോ ഹെഡിലും, ഇതിപ്പോൾ നമുക്ക് ഡയറക്റ്റ് ഹെഡ് ഏതാണ് തന്നിട്ടുണ്ട്. ചിലപ്പോൾ ഹെഡ് എന്താണ് ഇൻകം ഫ്രം സാലറി കണ്ടുപിടിക്കേണ്ടതായിരിക്കും, അല്ലെങ്കിൽ ഇൻകം ഫ്രം HP കണ്ടുപിടിക്കേണ്ടതായിരിക്കും, അതർ സോഴ്സ് കമ്പ്യൂട്ട് ചെയ്യേണ്ടതായിരിക്കും. അങ്ങനെ വരുന്ന സമയത്ത് കുറേ ഐറ്റംസ് തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവരുത്. അതുകൊണ്ടാണ് നമ്മൾ ഡിഡക്ഷനിൽ വരുന്ന ഐറ്റംസ് കൃത്യമായിട്ട് എന്ത് ചെയ്യുക, നമ്മൾ കാണാതെ തന്നെ പഠിച്ചു വെക്കാം. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ ടോട്ടൽ ഇൻകം കണ്ടുപിടിക്കുന്നത്. ഇനി ടോട്ടൽ ഇൻകം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, ടാക്സ് ലയബിലിറ്റി കാണാം. കമ്പ്യൂട്ടേഷൻ ഓഫ് ടാക്സ് ലയബിലിറ്റി. ടാക്സ് ലയബിലിറ്റി കാണുന്നതിന് മുന്നേ ടോട്ടൽ ഇൻകം എത്രയാണ്, 5,15,000 ആണ് ടോട്ടൽ ഇൻകം നമുക്ക് കിട്ടിയത്. അത് ഡബിൾ അണ്ടർലൈൻ ചെയ്യുക അവിടെ. അതിന്റെ മുകളിലാണ് നമ്മൾ ടാക്സ് ലയബിലിറ്റി കാണുന്നത്. ഇനി ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ ക്വസ്റ്റ്യനിൽ നമ്മൾ നേരത്തെ പറഞ്ഞു LTCG ഉണ്ട്, അതേപോലെ 2 കാഷ്വൽ ഇൻകംസും ഉണ്ട് അല്ലേ. LTCG കാഷ്വൽ ഇൻകം ഉണ്ടെങ്കിൽ അതിന് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ആദ്യം ടാക്സ് കണ്ടുപിടിക്കണം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ കാണുന്നത് കാഷ്വൽ ഇൻകത്തിന്റെ മുകളിലാണ്. അതായത് കാഷ്വൽ ഇൻകത്തിന് നോർമലി 30% ആണ് ടാക്സ് റേറ്റ് വരുന്നത്. LTCG ആണെങ്കിൽ 20% ആണ് ടാക്സ് റേറ്റ് വരുന്നത്. കാഷ്വൽ ഇൻകം അതായത് ലോട്ടറി വിന്നിങ്സും ക്രോസ്വേർഡ് ബസ്സിൽ ഹോഴ്സ് റൈസ് തുടങ്ങിയ ഐറ്റം കാഷ്വൽ ഇൻകം ആണെങ്കിൽ അതിന് 30% റേറ്റ് ആദ്യം തന്നെ കണ്ടുപിടിക്കണം. അതിന്റെ എമൗണ്ടിന് മുകളിൽ 30% കാണണം. ദെൻ LTCG ആണെങ്കിൽ 20%. അപ്പോൾ ഇവിടെ നോക്കിയേ, കാഷ്വൽ ഇൻകം എന്ന് പറയുമ്പോൾ ഇവിടെ ലോട്ടറി വിന്നിങ്സും ക്രോസ്വേർഡ് ബസ്സിലും ആണുള്ളത്. അപ്പോൾ 2,10,000 ആണ് ടോട്ടൽ ഉള്ളത്. 2,10,000 30% എന്ന് പറയുമ്പോൾ എത്ര വരും? 2,10,000 30% എന്ന് പറയുമ്പോൾ 63,000 ആണ്. 63,000 ആണ് ഇതിന്റെ ടാക്സ് റേറ്റ് വരിക. ഓക്കെ, അപ്പോൾ ടോട്ടൽ ഇൻകം നമുക്ക് 5,15,000 ഉണ്ട്. അതിൽ 2,10,000 എന്ന് പറഞ്ഞാൽ എന്താണ്? അത് കാഷ്വൽ ഇൻകം വരുന്നതാണ്. അപ്പൊ കാഷ്വൽ ഇൻകത്തിന് 30% നമ്മൾ കണ്ടു. ഇനി എന്ത് കാണും? LTCG ഉണ്ട്. LTCGക്ക് നമ്മൾ പറഞ്ഞു 20% ആണ് ടാക്സ് റേറ്റ്. LTCGക്ക് 20% ആണ്. LTCGയുടെ എമൗണ്ട് എത്ര? ഈ എമൗണ്ടിന്റെ മുകളിലാണ് 20% കണ്ടത്. LTCGയുടെ എമൗണ്ട് 50,000 ആണ്. 50,000ന്റെ 20% എന്ന് പറയുമ്പോൾ 10,000, 10,000 രൂപയാണ് ടാക്സ് റേറ്റ് വരാം. ഓക്കെ, അപ്പോൾ നോക്കാം, ഇത് കാഷ്വൽ ഇൻകം ആണെങ്കിൽ 30% ആണ്, LTCG 20% കണ്ടു. ഇനി നമ്മൾ ചെയ്യേണ്ടത്, ആകെ നമുക്ക് എത്രയുണ്ട് ടോട്ടൽ ഇൻകം? 5,15,000 ഉണ്ട്. അതിൽ കാഷ്വൽ ഇൻകം എന്ന് പറഞ്ഞാൽ എത്ര പോയി? കാഷ്വൽ ഇൻകത്തിന്റെ ടാക്സ് എമൗണ്ട് അല്ല കുറക്കേണ്ടത്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ടോട്ടൽ ഇൻകത്തിൽ നിന്ന് നമ്മൾ കുറക്കേണ്ടത് അതിന്റെ യഥാർത്ഥത്തിലുള്ള എമൗണ്ട്. അതായത് 5,15,000 നിന്ന് കാഷ്വൽ ഇൻകം ആയിട്ട് 2,10,000 കുറക്കണം. അതിനുശേഷം LTCGയുടെ 50,000 കുറക്കണം. അപ്പൊ നമ്മൾ ബാലൻസ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ടോട്ടൽ ഇൻകത്തിൽ നിന്ന് 5,15,000 നിന്ന് എന്ത് കുറക്കണം?
ആദ്യം കാഷ്വൽ ഇൻകത്തിന്റെ യഥാർത്ഥത്തിലുള്ള എമൗണ്ട്, ടാക്സ് റേറ്റ് അല്ലെങ്കിൽ ടാക്സ് എമൗണ്ട് അല്ല, യഥാർത്ഥത്തിലുള്ള എമൗണ്ട് എന്ന് പറയുമ്പോൾ 2,10,000 കുറക്കണം. അതേപോലെ LTCGയുടെ എന്താണ് എമൗണ്ട്, LTCGയുടെ എമൗണ്ട് എന്ന് പറയുമ്പോൾ LTCGയുടെ ടാക്സ് എമൗണ്ട് അല്ല, LTCGയുടെ ശരിക്കുള്ള എമൗണ്ട് 50,000 കുറക്കണം. ഓക്കെ, അപ്പൊ ഇത് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് 2,55,000 ആണ്. 5,15,000 നിന്ന് 2,10,000 50,000 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 2,55,000 ആണ്. ഇനി ഇതിന്റെ മുകളിലാണ് നോർമൽ രീതിയിൽ, ഇത് വയസ്സൊന്നും പറയുന്നില്ല, അപ്പൊ നോർമൽ രീതിയിൽ നമ്മൾ ടാക്സ് കണ്ടുപിടിക്കുന്ന സമയത്ത് നമുക്കറിയാം എന്താണ്, അപ് ടു 2,50,000 നമ്മൾ എഴുതുന്നത് എന്താണ്, നിൽ. അപ് ടു 2,50,000 നിൽ. നെക്സ്റ്റ് 2,50,000-ന് 5% ആണ് നമ്മുടെ ടാക്സ് റേറ്റ് വരുന്നത്. ഓക്കെ, ഇവിടെ എത്രയാണ് ഇൻകം ഉള്ളത്, 2,55,000 ആണ് ഇൻകം ഉള്ളത്. ആദ്യത്തെ 2,50,000 നിൽ പോയി. നെക്സ്റ്റ് 2,50,000-ന് 5% ആണ് റേറ്റ് അല്ലെ. ഇനി 5% ആണ് റേറ്റ് വരുന്നത്. നോക്കിയേ, 2,55,000 ഇൻകം ഉണ്ടായിരുന്നു, അതിൽ എത്ര നമ്മൾ കുറച്ചു, 2,50,000 കുറച്ചു. ഇനി ബാലൻസ് എന്ന് പറയുന്നത് എത്ര മാത്രമേ ഉണ്ടാവൂ, ബാലൻസ് എന്ന് പറഞ്ഞാൽ എത്ര ഉണ്ടാവും, 5,000 രൂപയാണ് ബാലൻസ്. ഒന്നും കൂടി ശ്രദ്ധിക്കുക. അതായത് നമുക്ക് ടോട്ടൽ ഇൻകം 5,15,000 ഉണ്ട്, അതിൽ കാഷ്വൽ ഇൻകത്തിന്റെ 2,10,000 പോയി, പിന്നെ LTCGയുടെ 50,000 പോയി. ഇനി ബാക്കി നമ്മുടെ കയ്യിൽ 2,55,000 ഇൻകം ഉണ്ട്. ഈ 2,55,000-ന് ടാക്സ് റേറ്റ് കാണുമ്പോൾ ആദ്യത്തെ 2,50,000-ന് നിൽ, ടാക്സ് ഇല്ല. ഇനി 2,55,000-ൽ 2,50,000 പോയി കഴിഞ്ഞാൽ ബാക്കി എത്രയും ഇൻകം ഉള്ളൂ, 5,000 ഇൻകം ഉള്ളൂ. ഈ 5,000-ന് നെക്സ്റ്റ് റേറ്റ് വരുന്നത് എത്രയാണ്, 5% ആണ്. 5,000-ന് 5% ആണ് ടാക്സ് റേറ്റ് വരുന്നത്. 5,000-ന് 5% എന്ന് പറയുമ്പോൾ 250 രൂപയാണ് ടാക്സ് റേറ്റ് വരിക. ഓക്കെ, 5,000-ന് 5% എന്ന് പറയുമ്പോൾ എത്രയാണ്, 250 ആണ് ടാക്സ് റേറ്റ് വരിക. ഇനി എന്ത് ചെയ്യണം, ഇതെല്ലാം കൂടി ആഡ് ചെയ്യണം. ഇതെല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 73,250 ആണ്. 73,250 ആണ് കിട്ടുക. ഇനി നമ്മൾ പറഞ്ഞു ടോട്ടൽ ഇൻകം 7 ലക്ഷത്തിൽ കുറവാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, റിബേറ്റ് കിട്ടും അല്ലേ. ടോട്ടൽ ഇൻകം 7 ലക്ഷത്തിൽ കുറവാണ്, ടോട്ടൽ ഇൻകം 5,15,000 ഉള്ളൂ, അപ്പോൾ 7 ലക്ഷത്തിൽ കുറവാണെങ്കിൽ നമുക്ക് 87A പ്രകാരം റിബേറ്റ് കിട്ടും. ഓക്കെ, ലെസ് റിബേറ്റ് അണ്ടർ സെക്ഷൻ 87A. 87A പ്രകാരം റിബേറ്റ് കിട്ടുന്നത് എങ്ങനെയാണ്, ആക്ച്വൽ എമൗണ്ട് ഓർ 25,000 whichever is less ആണ് നമുക്ക് റിബേറ്റ് കിട്ടും. ഇവിടെ ആക്ച്വൽ എമൗണ്ട് എത്രയാണ്, 73,250 ആണ് ആക്ച്വൽ എമൗണ്ട്, ഓർ 25,000 whichever is less. ഏതാണ് കുറവ്, 73,250 ആണോ കുറവ്, 25,000 ആണോ കുറവ്, 25,000 ആണ് അല്ലെ. അതല്ലെങ്കിൽ നമ്മൾ പറഞ്ഞത് മാക്സിമം 25,000 വരെ നമുക്ക് ഡിഡക്ഷൻ കിട്ടും. അതായത് 25,000-ൽ കുറവാണ് എമൗണ്ട് എങ്കിൽ ആ എമൗണ്ട് ഡിഡക്ഷൻ കിട്ടും. 25,000-ൽ കൂടുതലാണ് എമൗണ്ട് എങ്കിൽ 25,000 വരെ നമുക്ക് ഡിഡക്ഷൻ കിട്ടും. അതേപോലെ എന്താണ്, ചുരുക്കി പറയുകയാണെങ്കിൽ ഈ ആക്ച്വൽ എമൗണ്ട് 73,250 ആണോ അല്ലെങ്കിൽ 25,000 ആണോ കുറവ്, ആ എമൗണ്ട് കുറഞ്ഞ എമൗണ്ടിന് ഡിഡക്ഷൻ കിട്ടും. അപ്പോൾ 25,000 ആണ് കുറഞ്ഞ എമൗണ്ട്. അപ്പൊ എന്ത് ചെയ്യുക, റിബേറ്റ് കുറക്കുക. റിബേറ്റ് കുറക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് എത്രയാണ്, 48,250 ആണ് നമുക്ക് കിട്ടുക. 48,250. ഓക്കെ, ഇനി ഞാൻ ഇപ്പുറത്ത് എഴുതുന്നുണ്ട്. അപ്പോൾ നമുക്ക് കിട്ടിയ എമൗണ്ട് 48,250 ആണ്. ഓക്കെ, ഇതാണ് ടാക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക്. ഇനി ഇതിന്റെ കൂടെ നമ്മൾ പറഞ്ഞു സർചാർജ് ഇല്ല. സർചാർജ് എന്ന് വെച്ചാൽ 50 ലക്ഷത്തിനൊക്കെ മുകളിൽ ടോട്ടൽ ഇൻകം വരുമ്പോൾ സമയത്താണ് സർചാർജ് വരിക, അപ്പോൾ അത് റിബേറ്റ് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ടാക്സ് 48,250-ന്റെ മുകളിൽ നമ്മൾ എന്ത് കൂടി ആഡ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്, 4% HEC കൂടി ആഡ് ചെയ്യണം. 4% HEC എന്ന് പറയുമ്പോൾ 48,250-ന്റെ 4% HEC. 48,250-ന്റെ 4% എന്ന് പറയുമ്പോൾ 1,930 ആണ് വരിക. 48,250 ആണ് ടാക്സ്. അതിന്റെ മുകളിൽ 4% HEC ആഡ് ചെയ്യുമ്പോൾ 1,930 വരും. അത് ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത് 9,180. 9,180 ആണ് നമുക്ക് ടാക്സ് ലയബിലിറ്റി. അതായത് നോർമൽ പ്രൊവിഷൻ പ്രകാരം ടാക്സ് ലയബിലിറ്റി നമുക്ക് വരാം 50,180 ആണ്. ഓക്കെ, ഇവിടെ നമ്മൾ BSc ചെയ്യുന്നില്ല, BSc നമുക്ക് മറ്റൊരു പ്രോപ്പർട്ടിയിൽ ചെയ്യാം. ഇവിടെ ജസ്റ്റ് നോർമൽ രീതിയിൽ എങ്ങനെയാണ് ടാക്സ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഞാൻ
നിങ്ങൾക്ക് ചെയ്ത് കാണിച്ചത്. അപ്പോൾ ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ക്യാഷിൽ ഇൻകം ഉണ്ടെങ്കിൽ 30% കാണാം, LTCG 20% കാണാം. ഇവിടെ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ അത് കുറച്ച ശേഷം ടോട്ടൽ ഇൻകത്തിൽ നിന്ന് ബാക്കി റിമൈനിങ് ബാലൻസ് കാണുന്ന സമയത്ത് നമ്മൾ പലപ്പോഴും മാറിപ്പോവുക, ഈ ടാക്സിന്റെ എമൗണ്ട് നിങ്ങളങ്ങ് കുറക്കും. ടാക്സിന്റെ എമൗണ്ട് അല്ല കുറക്കേണ്ടത്, ഇതിന്റെ യഥാർത്ഥത്തിലുള്ള എമൗണ്ട് ആണ് കുറക്കേണ്ടത്. അത് കുറച്ച് കഴിയുമ്പോൾ കിട്ടുന്ന ബാലൻസിന് മുകളിൽ സാധാരണ രീതിയിൽ എന്ത് ചെയ്യുക, കണ്ടുപിടിക്കുക. അവിടെ അപ് ടു 2,50,000 നിൽ, നെക്സ്റ്റ് 2,50,000 5%, നെക്സ്റ്റ് 5,00,000 20% ഓൺ ബാലൻസ് 30%. ഇവിടെ ആകെ 2,55,000 മാത്രമേ എനിക്കുള്ളൂ. അപ്പൊ ആദ്യത്തെ 2,50,000 നെക്സ്റ്റ് എന്ന് പറയാൻ 2,50,000 ഇല്ല, ബാക്കിയുള്ളത് 5,000 മാത്രമാണ്. 5,000-ന് 5%, അടുത്ത റേറ്റ് എന്ന് പറഞ്ഞാൽ 5%. അപ്പൊ 250 കിട്ടും. ഇനി പറഞ്ഞ എല്ലാം 63,000, 10,000, 250 ആഡ് ചെയ്യുന്ന സമയത്ത്, അതായത് എല്ലാത്തിനും നമ്മൾ എന്താണ് 4% HC ആഡ് ചെയ്യണം, കൊടുക്കണം. അപ്പൊ അതുകൊണ്ട് ഇതെല്ലാം ആഡ് ചെയ്തിട്ട് 73,250 കിട്ടും. അതിൽ നിന്ന് എന്താണ് റിബേറ്റ്, നമുക്ക് ടോട്ടൽ ഇൻകം 7,00,000 കുറവായതുകൊണ്ട് റിബേറ്റ് കിട്ടും 25,000, മാക്സിമം 25,000 വരെ കിട്ടും. അത് കുറച്ച് കഴിഞ്ഞാൽ 48,250 കിട്ടും. ആ 48,250 കൂടെ 4% HEC ആഡ് ചെയ്യണം. HEC ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് നമ്മുടെ ടാക്സ് ലിമിറ്റ് 50,180 എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്രോബ്ലം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നത് ബൈ.